my dear friends, welcome to my channel Nest by You. ഉള്ളിക്ക് വില കൂടിയ ഈ സമയത്ത് എല്ലാവരും ഉള്ളി ഇല്ലാതെ എങ്ങനെയൊക്കെ ആഹാരം പാകം ചെയ്യുക എന്നാണ് സെർച്ചിങ്ങിലാണ്. ഇപ്പോൾ ഉള്ളിവട കഴിക്കണമെന്ന ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഇനി ഉള്ളി തേടി പോകേണ്ട കാര്യമില്ല. ഉള്ളി ഇല്ലാതെ അതേ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഉള്ളിവട കഴിക്കാം. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ, എന്താണ് അതിൻ്റെ ടിപ്പ് എന്നറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഉള്ളി ഇല്ലാതെ ഉള്ളിവട തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. അതിനായി ഞാൻ 2 കപ്പ് ക്യാബേജ് നല്ലതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. അതിലേക്കായി 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, വട്ടത്തിൽ അരിഞ്ഞ് വെച്ചത്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, അതും ഞാൻ ചെറുതായി അരിഞ്ഞതാണ്, പേസ്റ്റ് അല്ല. പിന്നെ 1 നുള്ളു മഞ്ഞൾ, അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. 1 നുള്ളു മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പിന്നെ ഇതിൽ മൈദ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അരിപ്പൊടി യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഉള്ളി ഇല്ലാതെ ഉള്ളിവട ഒന്ന് ക്രിസ്പി ആയി കിട്ടും. അതിനു വേണ്ടിയാണ് അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇവയൊക്കെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ക്യാബേജ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാബേജിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഞാൻ ആഡ് ചെയ്യാണ്. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സ്പൂണൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടണമെന്നില്ല. അതിലേക്കൊരു ശകലം മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്ത് ഒന്നിത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് മിക്സ് ആകാൻ കുറച്ച് പ്രയാസമാകും. പിന്നെ നമ്മുടെ ഉള്ളി ആണെങ്കിൽ നമ്മൾ വെള്ളം വളരെ കുറച്ച് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഉള്ളിയിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ. ഇത് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഞാൻ മുഴുവൻ മാവ് ഇതിലേക്ക് ഇട്ടു. ആ അരിപ്പൊടി കൂടെ ചേർത്തു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പം നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈയൊന്ന് നനച്ച് അതിലിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പാകമായി വരുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം കൈയൊന്ന് നനച്ചു കൊടുത്ത് നമ്മുടെ മാവ് അതിലേക്ക് വെച്ച് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്ക് ആദ്യം ഇട്ടതൊക്കെ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം.
തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. നേരെ തിരിച്ച് സിമ്മിലിട്ട് വെക്കുകയാണെങ്കിൽ അത് ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഇങ്ങനെ ഉണ്ടാക്കി സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഉള്ളിവടയാണ് ഇതെന്ന്. ഇനി നമുക്ക് കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കിയിട്ട് കാണാം. കണ്ടോ, ഇത് കണ്ട ആരെങ്കിലും പറയോ ഇത് ക്യാബേജാണ് ഇതിൻ്റെ ഉള്ളിലെന്ന്? നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ചൂടോടെ കഴിക്കണം, അപ്പോഴേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉള്ളിലെ ക്യാബേജൊന്നും അത്ര കണ്ടങ്ങ് കുക്കായിട്ടുണ്ടാകില്ല, മാവൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ക്യാബേജൊക്കെ നമ്മൾ സാലഡിലൊക്കെ പച്ചയായി ആഡ് ചെയ്ത് കഴിക്കുന്നതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് കടിക്കുന്നതാണ് അതിൻ്റെ ഒരു രസം. ഞാൻ നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, മാവൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇത് കണ്ട ആരെങ്കിലും പറയോ ഇത് ഉള്ളിവടയല്ല എന്ന്? ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.